ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് മൊഡ്യൂൾ 4 IPRൻ്റെ മൊഡ്യൂൾ 4 ഫസ്റ്റത്തെ ടോപ്പിക്കാണ് ഇൻവെസ്റ്റേഴ്സ് ഈസ് ആൻ പേഴ്സൺ ഓർ എനിത്തിങ് ഓർ അതർ എൻറ്റൈറ്റി ഹു കമ്മിറ്റ്സ് ക്യാപിറ്റൽ വിത്ത് ദ എക്സ്പെക്റ്റേഷൻ ഓഫ് റിസീവിങ് ഫിനാൻഷ്യൽ റിട്ടേൺസ്. അതായത് ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫണ്ട് ഒരു കമ്പനി തുടങ്ങുമ്പോൾ ഫണ്ടിൻ്റെ ആവശ്യം വരുമല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ ഫണ്ടില്ലാത്ത കാലത്ത് അല്ലെങ്കിൽ ഒരു ടൈമിൽ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പേഴ്സണെയോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റീനെയോ അവർക്ക് ക്യാപിറ്റൽ അവർ തരുമ്പോൾ നമുക്ക് അവരൊരു ലാഭം ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യണത്. ഓക്കെ, the investors rely on different financial instruments to earn rate of return and accomplish important financial objectives like building retirement savings, funding a college education, or merely accumulating additional wealth over time. ഇൻവെസ്റ്റേഴ്സ് പല രീതിയിലും ഫിനാൻഷ്യലി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പല ലക്ഷ്യങ്ങളുണ്ട്. അവരുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസയുടെ റിട്ടേൺ കുറേ ലോങ് ടൈം ആയിട്ട് നമ്മളൊരു വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റിൻ്റെ ടൈമിൽ നമുക്ക് പ്രത്യേകിച്ച് പെൻഷൻ മാത്രം അല്ലെങ്കിൽ ശമ്പളം ഇല്ലാത്തൊരു കാലഘട്ടമാണല്ലോ റിട്ടയർമെൻറ്റ്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് എന്തെങ്കിലും സേവിങ്സ് പോലെയുള്ളതാണ് ഇൻവെസ്റ്റ് ചെയ്യണേ. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ കോളേജ് എഡ്യൂക്കേഷന് ഫണ്ട് ചെയ്യാൻ നമ്മളങ്ങനെ ചെയ്യും. ഓക്കെ, ഇൻവെസ്റ്റേഴ്സ് ടിപ്പിക്കലി ജനറേറ്റ് റിട്ടേൺസ് ബൈ ഡെവലപ്പിംഗ് ക്യാപിറ്റൽ ആസ് ദെയർ ഇക്വിറ്റി ഓർ ഡെപ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അത് രണ്ട് രീതിയിലാണ്. ഒന്നല്ലെങ്കിൽ ഡയറക്റ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ് എൻറ്റെയിൽ ഓണർഷിപ്പ് സ്റ്റേക്സ് ഇൻ ദ ഫോം ഓഫ് കമ്പനി സ്റ്റോക്ക് ദാറ്റ് മേ പേ ഇൻ ഡിവിഡൻസ് ഇൻ അഡീഷൻ ടു ജനറേറ്റിംഗ് ക്യാപിറ്റൽ. നമ്മളൊരു കമ്പനി തുടങ്ങുമ്പോൾ ഇക്വിറ്റി ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് ഷെയർ കിട്ടും. ഓക്കെ, ഷെയർ മേടിക്കുക, അതുപോലെ തന്നെ ലാഭം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഷെയറും കിട്ടും. അപ്പോൾ ടോട്ടലി ഇത് ലാഭമാണ്. പിന്നെ ഡെപ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺസ് എക്സ്റ്റെൻഡഡ് to other individuals forming purchasing bond issued by governments or corporation which pay interest in the form of coupons. ഈ ഡെപ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന കൂപ്പൺസോ ബോണ്ടൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് ഡെപ്റ്റ് പോലെ അടയ്ക്കണം. ഓക്കെ, ലാഭമല്ല നമ്മൾ കൊടുക്കേണ്ടത്, നമ്മളത് മാസം മാസം കടെടുത്ത പോലെ അടച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, അത് ഗവൺമെൻറ് സൈഡിൽ നിന്നാണ് ഈ റോഡ് പണി അങ്ങനത്തെ ഉള്ള മെയിനായിട്ട് അവരൊക്കെയാണ് ചെയ്യാറ്. ഇൻവെസ്റ്റേഴ്സ് യൂസ് ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ടു ഏൺ റിട്ടേൺ ഓഫ് അക്കംപ്ലിഷ് ഫിനാൻഷ്യൽ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഇൻവെസ്റ്റേഴ്സ് പല രീതിയിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് ഫിനാൻഷ്യലി ആയിട്ടുള്ള രീതിയിൽ റിട്ടേൺ ചെയ്യും, പൈസ തിരിച്ച് അവർക്ക് കിട്ടും. ഇൻവെസ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് സ്റ്റോക്സ്, ബോണ്ട്സ്, മ്യൂച്വൽ ഫണ്ട്സ്, ഡെറിവേറ്റീവ്സ്, കമ്മോഡിറ്റീസ് ആൻഡ് റിയൽ എസ്റ്റേറ്റ്. ഇങ്ങനെ എല്ലാത്തിലും അവർ ഇൻവെസ്റ്റ് ചെയ്യും. സ്റ്റോക്സിലോ ബോണ്ടിലോ മ്യൂച്വൽ ഫണ്ട്, അങ്ങനെ പലതിലും അവർ ഇൻവെസ്റ്റ് ചെയ്യും. ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം ട്രേഡേഴ്സ് ഇൻ ദ traders take a long term strategic position in a companies or projects. ഈ ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് ലോങ് ടൈം ആയിട്ടുള്ള പൈസ മുടക്കുക. ട്രേഡേഴ്സ് ആണെങ്കിൽ നമ്മൾ ട്രേഡിങ് സ്റ്റോക്ക് മാർക്കറ്റിനനുസരിച്ച് കമ്പനിയിൽ നിന്ന് ഷെയർ മേടിക്കുക വിൽക്കുക, അങ്ങനെയാണ് ട്രേഡേഴ്സ്. അത് ചിലപ്പോൾ ലാഭത്തിലാവും നഷ്ടത്തിലാവും. ഇൻവെസ്റ്റേഴ്സും അങ്ങനെ തന്നെ ലാഭത്തിലാവും നഷ്ടത്തിലാവും. പക്ഷേ കുറേ ടൈം എടുക്കണ ഒരു പ്രോസസ്സാണല്ലോ ഈ ലാഭം വരില്ലേ. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ലോട്ടറി അടിക്കുന്ന പോലത്തെ പരിപാടിയല്ല. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുത്തിട്ടാണ് അവർക്ക് അവരുടെ റിട്ടേൺ കിട്ടുള്ളൂ. ഇത്ര പീരീഡ് നമ്മൾ കുറിയൊക്കെ വിൽക്കില്ലേ, അതുപോലത്തെ പരിപാടി. ഇൻവെസ്റ്റേഴ്സ് ബിൽഡ് എ പോർട്ട്ഫോളിയോ either with an active orientation that tries to beat the benchmark or index, passive strategy that attempts to track to index, and investors may also oriented toward either growth or value strategies.